Hello everyone, welcome to V&S Coding Labs Learning by Sharing. So നമ്മൾ ലൂപ്പുകളെ കുറിച്ചാണ് കഴിഞ്ഞ കുറേ ട്യൂട്ടോറിയലുകളിൽ പഠിച്ചത്. സോ ലൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടിന്യൂസ് ആയിട്ട് കുറച്ച് സ്റ്റേറ്റ്മെൻറ്റുകൾ നമുക്ക് എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ചെയ്യുന്നതാണ്. ആ എക്സിക്യൂട്ട് ചെയ്യുന്ന ടൈമിൽ നമുക്ക് ചിലപ്പോൾ ഒരു ലൂപ്പിൽ നിന്ന് വെളിയിലോട്ട് ഇറങ്ങാൻ നമ്മൾ ഉപയോഗിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റുകളാണ് ബ്രേക്ക്, കണ്ടിന്യൂ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു കണ്ടീഷനെ ബേസ് ചെയ്ത് നമ്മൾ ഒരു കുറച്ച് സ്റ്റേറ്റ്മെൻറ്റുകൾ എക്സിക്യൂട്ട് ആയി വരുന്നു. അപ്പോൾ നമ്മളൊരു ബ്രേക്കിനെ എൻകൗണ്ടർ ചെയ്ത് കഴിഞ്ഞാൽ ആ ലൂപ്പിലുള്ള ബാക്കിയുള്ള സ്റ്റേറ്റ്മെൻറ്റുകൾ എക്സിക്യൂട്ട് ചെയ്യാതെ അത് നേരെ ലൂപ്പിന് വെളിയിൽ വരികയാണ് ചെയ്യുന്നത്. അതേസമയം നമ്മൾ കണ്ടിന്യൂ നോക്കുകയാണെങ്കിൽ ഒരു കണ്ടീഷനെ ബേസ് ചെയ്ത് നമ്മൾ ലൂപ്പിനകത്ത് കയറി അത് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് സ്റ്റേറ്റ്മെൻറ്റ്സ് എക്സിക്യൂട്ട് ചെയ്തു. അത് കഴിഞ്ഞ് കണ്ടിന്യൂ നമുക്ക് എൻകൗണ്ടർ ചെയ്യുമ്പോൾ ഇത് ആ ലൂപ്പിലെ ഐട്രേഷനെ സ്കിപ്പ് ചെയ്തുകൊണ്ട് ബാക്കിയുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് എക്സിക്യൂട്ട് ചെയ്യാതെ അടുത്ത ഐട്രേഷനിലേക്ക് അപ്ഡേറ്റഡ് ആവും. അങ്ങനെയാണ് കണ്ടിന്യൂ സ്റ്റേറ്റ്മെൻറ്റ് എൻകൗണ്ടർ ചെയ്യാതെ സംഭവിക്കുന്നത്. നമുക്കിതൊരു പ്രോഗ്രാം വഴി നമുക്ക് നോക്കാം. സിമ്പിളി നമുക്ക് ഫസ്റ്റ് 5 നാച്ചുറൽ നമ്പേഴ്സ് പ്രിൻറ്റ് ചെയ്യിച്ച് അങ്ങനെ നമ്മൾ വളരെ സിമ്പിൾ പ്രോഗ്രാം വഴി നമുക്ക് ബ്രേക്കും കണ്ടിന്യൂ സ്റ്റേറ്റ്മെൻറ്റ്സിനെ കുറിച്ച് കൂടുതൽ പഠിക്കാം. സോ നമ്മൾ ലൂപ്പിനെ കുറിച്ച് പഠിച്ചു. ഫോർ ലൂപ്പ്, ഇനിഷ്യലൈസേഷൻ ഉണ്ട്, കണ്ടീഷൻ സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. കണ്ടീഷൻ ചെക്ക് ചെയ്ത് ബേസ് ചെയ്തായിരിക്കും നമ്മൾ പ്രിൻറ്റ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ അപ്ഡേഷൻ ഉണ്ട്. സോ ഞാനിവിടെ ഇതിനെ നമ്മുടെ നമ്പേഴ്സിനെ വെറുതെ പ്രിൻ്റ് ചെയ്യുകയാണ് സി ഔട്ട് യൂസ് ചെയ്ത്. സോ നമുക്കിതൊന്ന് എക്സിക്യൂട്ട് ചെയ്ത് നോക്കാം അല്ലേ, ഇത് കറക്റ്റായിട്ട് 1 to 5 വരുന്നുണ്ടോയെന്ന്. സോ ഇതൊരു റിവിഷൻ പോലെയാണ് നമുക്ക് ഫോർ ലൂപ്പിൻ്റെ. സോ നമുക്ക് കാണാം 1 to 5 ഇവിടെ പ്രിൻ്റ് ചെയ്തിട്ടുണ്ട് ഔട്ട്പുട്ട്. സോ ഞാൻ ഇതിന് നോർമൽ ഔട്ട്പുട്ട് എന്ന് ഒരു ഹെഡിങ്ങും കൊടുത്തു. ഇനി ഞാൻ ഇവിടെ ഇതിൻ്റെ നമുക്ക് ബ്രേക്ക് സ്റ്റേറ്റ്മെൻറ്റ് യൂസ് ചെയ്യുമ്പോൾ എങ്ങനെയാണെന്നുള്ളത് നോക്കാം. സോ ഞാനിവിടെ ഒരു കണ്ടീഷൻ കൊടുക്കുകയാണ്. അതായത് ഇപ്പോൾ നമ്മുടെ വരുന്ന വാല്യൂ പ്രിൻ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന വാല്യൂ 4 എന്ന് പറയുന്ന നമ്പറാണെങ്കിൽ ഞാൻ അവിടെ കൊണ്ട് ഈ ഒരു ലൂപ്പിനെ ബ്രേക്ക് ചെയ്ത് വെളിയിലോട്ട് പോകണം. അതിൻ്റെ അർത്ഥം ഞാൻ 5നെ പ്രിൻ്റ് ചെയ്യത്തില്ല. സോ ഞാൻ 1 2 3 4 വരുമ്പോഴത്തേക്ക് 4ഉം പ്രിൻ്റ് ചെയ്യത്തില്ല. 4നെയും എക്സിക്യൂട്ട് ചെയ്തുകൊണ്ട് നമ്മൾ ഈ ലൂപ്പിനെ എക്സിറ്റ് ആവും. സോ നേരത്തെ നമ്മൾ നോർമൽ ഔട്ട്പുട്ട് ആയിരുന്നപ്പോൾ എന്തായിരുന്നു 1 to 5 വരെ പ്രിൻറ്റ് ചെയ്തു. ഇവിടെ 4 ആയപ്പോൾ ഞാൻ അതിൻ്റെ ബിലോയിലുള്ള സ്റ്റേറ്റ്മെൻറ്റുകളെ എക്സിക്യൂട്ട് ആവാതെ അത് ബ്രേക്ക് ചെയ്ത് പോയി. സോ അതാണ് ഇവിടെ സംഭവിക്കുന്നത്. നമുക്കിവിടെ വേണമെങ്കിൽ അതൊന്ന് ബ്രേക്ക് പോയിൻ്റ് ഇട്ടൊന്ന് നോക്കാം അല്ലേ, എന്താണ് അവിടെ ആക്ച്വലി സംഭവിക്കുന്നത്. സോ നിങ്ങൾക്ക് വാച്ചിൽ താഴെ കാണാൻ സ്റ്റാർട്ടായി 1 ആയപ്പോൾ അത് 4നോട് ഈക്വൽ അല്ല. സോ അത് പ്രിൻ്റ് ചെയ്തു. ഇനി അടുത്ത നമ്മുടെ അപ്ഡേഷനായി 2 പ്രിൻ്റ് ചെയ്തു. അങ്ങനെ 3 പ്രിൻ്റ് ചെയ്തു. ഇനി 4 ആകുമ്പോൾ എന്ത് സംഭവിക്കുന്നത് വെച്ചാൽ നമ്മുടെ ഈഫ് കണ്ടീഷൻ സാറ്റിസ്ഫൈ ആയി. ആ ഭാഗത്ത് ബ്രേക്ക് വന്നു. ബ്രേക്ക് വന്ന സമയത്ത് നേരെ റിട്ടേൺ 0 എത്തി, അതായത് ലൂപ്പിന് വെളിയിലെത്തി. അതാണ് നമ്മുടെ ബ്രേക്ക് വെച്ചുള്ള ഗുണം. നമുക്ക് എന്തെങ്കിലും ഒരു കണ്ടീഷനെ ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ലൂപ്പിൽ നിന്ന് നമുക്ക് വെളിയിലോട്ട് ഇറങ്ങാൻ പറ്റും. സോ അങ്ങനെ നമ്മൾ അതിനെ കണ്ടിരിക്കുകയാണ്. സോ ഔട്ട്പുട്ട് നിങ്ങൾ നേരത്തെ കണ്ടു, അതേപോലെ തന്നെ വന്നിരിക്കുകയാണ്. ഇതേപോലെ നമുക്ക് കണ്ടിന്യൂ ഇതേ ഒരു എക്സാമ്പിൾ യൂസ് ചെയ്ത് നമുക്കൊന്ന് നോക്കാം. കണ്ടിന്യൂ ചെയ്താൽ എന്ത് സംഭവിക്കുന്നത്. ബ്രേക്ക് ചെയ്തപ്പോൾ എന്നാ സംഭവിച്ചത്, 1 2 3 പ്രിൻ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് അത് ലൂപ്പിന് വെളിയിൽ പോയി. പക്ഷേ നമ്മൾ കണ്ടിന്യൂവിനെ കുറിച്ച് എന്താണ് പറഞ്ഞിരുന്നത്, കണ്ടിന്യൂ സംഭവിക്കുമ്പോൾ ആ ഐട്രേഷൻ മാത്രം സ്കിപ്പ് ചെയ്തിട്ട് അടുത്ത ഐട്രേഷനിലോട്ട് അപ്ഡേഷനിലോട്ട് പോകുമെന്നാണ് പറഞ്ഞത്. സോ അത് നിങ്ങൾക്ക് ഇവിടെ കാണാം. 1 2 3 4 പ്രിൻ്റ് ചെയ്യിച്ചില്ല, പക്ഷേ കണ്ടിന്യൂ സ്റ്റേറ്റ്മെൻറ്റ് വന്നതുകൊണ്ട് അടുത്ത ഐട്രേഷനിലേക്ക് പോയി 5 വന്നു, 5 പ്രിൻ്റായി. സോ അതും നമുക്കൊരു ബ്രേക്ക് പോയിൻ്റ് വെച്ചിട്ടൊന്ന് നോക്കാം അല്ലേ. സോ നിങ്ങൾക്ക് താഴെ വാച്ചിൽ കാണാം, നിങ്ങൾക്ക് വേരിയബിൾ അപ്ഡേറ്റ് ആകുന്നു. 1 ആകുന്നു. 1 4നോട് ഈക്വൽ അല്ല, അത് പ്രിൻ്റ് ആവും. 2 വരും, 2 ഈക്വൽ അല്ല, അത് പോവും. അങ്ങനെ 3യും അതേപോലെ തന്നെ എക്സിക്യൂട്ട് ആവും. ഇനി ഇതും കഴിഞ്ഞ് വരുന്ന 4th വേരിയബിൾ ഉണ്ട്. 4th വേരിയബിൾ എന്ന് പറയുമ്പോൾ ഈഫ് കണ്ടീഷൻ സാറ്റിസ്ഫൈ ആയി കണ്ടിന്യൂ വന്നു. കണ്ടിന്യൂ വന്നപ്പോൾ അതിന് ബിലോയിലുള്ള സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ആവാതെ നേരെ ലൂപ്പിലോട്ട് തിരിച്ചു പോകും, കണ്ടോ. എന്നിട്ട് ആ ഒരു അപ്ഡേഷൻ നടക്കുന്നു. 5 ആയി, പക്ഷേ 5 = 4 അല്ല, അതുകൊണ്ട് അത് പ്രിൻ്റായി. സോ അത് കഴിഞ്ഞു, നമ്മുടെ ലൂപ്പ് കഴിഞ്ഞ് വെളിയിൽ വന്നു. സോ അവിടെ നമ്മൾ 4നെ സ്കിപ്പ് ചെയ്ത് പ്രിൻ്റ് ചെയ്യുകയാണ് ചെയ്തത്, കണ്ടിന്യൂ യൂസ് ചെയ്ത്. സോ അങ്ങനെ നമ്മൾ ബ്രേക്കും കണ്ടിന്യൂവിനെ കുറിച്ച് കൂടുതൽ നമ്മൾ പഠിച്ചിരിക്കുകയാണ്. So thank you for watching my video. Please do subscribe and share. Thank you.